എല്ലാ പ്രേക്ഷകർക്കും മാസ്റ്റർ ഫോർ യു മലയാള യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ആ വ്യക്തി നിങ്ങളോട് മറച്ചു വച്ചിരിക്കുന്ന രഹസ്യങ്ങൾ പുറത്താകുന്നതിനെ കുറിച്ചാണ്. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന പുതിയ പുതിയ വീഡിയോകളായിട്ട് ഞങ്ങൾ വരിക. പക്ഷേ നിങ്ങളുടെ ലൈക്കും ഷെയറും വേണം. ഏതായാലും നമുക്ക് നിങ്ങളുടെ ഇഷ്ട വ്യക്തിയെ ഓർത്ത് 2 ഫയലുകളിൽ ഒന്ന് തിരഞ്ഞെടുക്കുക. ശേഷം വീഡിയോ തുടർന്ന് കാണുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വരുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഒന്നാമത്തെ ഫയലായി തിരഞ്ഞെടുത്ത ഒരു റീഡിങ്ങിലേക്ക് പോകാം. നിങ്ങളുടെ വ്യക്തി നിങ്ങളിൽ നിന്ന് ഇതുവരെ മറച്ചു വെച്ച ഒരു കാര്യം, ആ വ്യക്തിക്ക് നിങ്ങളോട് സ്നേഹക്കുറവുണ്ടായിട്ടല്ല, നിങ്ങളിൽ നിന്നും പക്ഷേ ആ വ്യക്തി ഒരു കാര്യം മറച്ചു വെച്ചിരുന്നു. ഒരുപക്ഷെ അതറിഞ്ഞാൽ നിങ്ങൾ യഥാവിധി ഇപ്പോഴുള്ളതുപോലെ ആ വ്യക്തിയെ സ്നേഹിക്കുകയില്ലേ എന്നുള്ള സംശയമാകാം. ആ വ്യക്തിയുടെ മനസ്സിൽ ഇപ്പോൾ നിങ്ങളിൽ നിന്ന് കിട്ടുന്ന സ്നേഹം ആ കാര്യം പറഞ്ഞാൽ ഇല്ലാതാകുമോ എന്നുള്ളൊരു ഭീതിയാകാം. അല്ലെങ്കിൽ ഇപ്പോൾ സമയമായിട്ടില്ല, സമയമാകുമ്പോൾ നിങ്ങളോട് പറയാമെന്ന ആ വ്യക്തി കരുതിയ ഒരു കാര്യമാകാം. പക്ഷെ ആ കാര്യം നിങ്ങളെപ്പോഴും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതോ നിങ്ങളെപ്പോഴും ബാധിക്കുകയോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു സാഹചര്യത്തിലാണ് നിങ്ങളിപ്പോൾ ജീവിക്കുകയൊക്കെ ചെയ്യുന്നത്. ദൈനംദിന ജീവിതത്തിൽ വളരെ നിർണായകമായൊരു കാര്യമാണ് ആ വ്യക്തി നിങ്ങളിൽ നിന്ന് മറച്ചു വെച്ചതിന് ദുരുദ്ദേശങ്ങളൊന്നുമില്ല. കാരണം അത് നിങ്ങളെ ചതിക്കാനോ വഞ്ചിക്കാനോ ഒന്നുമല്ല, നിങ്ങളെ സംരക്ഷിക്കാനാണ് അത് മറച്ചു വെച്ചത്. അത് നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കത് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ കഴിയാതെ നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിക്കുമോ, അല്ലെങ്കിൽ ആ വ്യക്തിയും നിങ്ങളും തമ്മിലുള്ള തീരുമാനത്തെ, ബന്ധത്തെ, ഇഷ്ടത്തെ, സ്നേഹത്തെ, ആകർഷണത്തെ ഒക്കെ അത് ബാധിക്കുമോ, അല്ലെങ്കിൽ ആ കാര്യം സത്യസന്ധമായി നിങ്ങളോട് പറയുമ്പോൾ ആ വ്യക്തിക്കും നിങ്ങൾക്കും ഇടയിലുള്ള ചില ആളുകൾ നിങ്ങളുടെ വ്യക്തിയും നിങ്ങളും തമ്മിലുള്ള ബന്ധത്തെ തകർക്കാനുള്ള എന്തെങ്കിലും നിലപാട് ചെയ്യുമോ? ഇതെല്ലാം നിങ്ങളുടെ മനസ്സിലൂടെ കടന്നു പോകുന്നുണ്ട്. നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ അതേക്കുറിച്ച് ഓർത്തിട്ട് ദുഃഖമുണ്ട്, വിഷമമുണ്ട്. നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ അതേക്കുറിച്ച് ഓർത്ത് വിഷമവും സങ്കടമൊക്കെ വരുന്നുണ്ട്. എന്തായിരിക്കും ആ വ്യക്തി അത് മറച്ചു വെക്കാനുള്ള കാരണം? നിങ്ങൾ കുറിച്ച് ആലോചിച്ചിട്ട് തന്നെയാണ്. പക്ഷേ ദുരുദ്ദേശം ഒട്ടുമില്ല. എപ്പോഴും നിങ്ങൾക്ക് ജീവിതത്തിൽ, നിങ്ങളുടെയും ആ വ്യക്തിയുടെയും ജീവിതത്തിൽ അടുത്ത് കിടക്കുന്ന ഒരാളെക്കുറിച്ചോ അല്ലെങ്കിൽ ഒരു സംഭവവികാസത്തെക്കുറിച്ചോ അല്ലെങ്കിൽ നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള ബന്ധത്തിൽ ഒഴിവാക്കാൻ പറ്റാത്ത ഒരു കാര്യത്തെക്കുറിച്ചാണ് ആ വ്യക്തി നിങ്ങളോട് മറച്ചു വെച്ചത്. അതറിയുമ്പോൾ നിങ്ങൾ ഏത് നിലയിൽ പ്രതികരിക്കും, നിങ്ങളുടെ പ്രതികരണം എങ്ങനെയാകുമെന്ന് പറയാൻ കഴിയില്ല. പക്ഷെ ആലോചിച്ച് അത് പറയുകയാണെങ്കിൽ നിങ്ങളത് ഉൾക്കൊള്ളുകയും നിങ്ങൾക്ക് ആ വ്യക്തിക്കും ഒരു കൂസലില്ലാതെ മുന്നോട്ട് പോകാൻ ചെയ്യും. അതുകൊണ്ടാണ് ആ വ്യക്തി മറച്ചു വെച്ചത്. ആ കാര്യത്തിൽ ഇപ്പോൾ പറയാനുള്ള കാര്യം ആ വ്യക്തിക്ക് നെഗറ്റീവായിട്ട് സംഭവിച്ചൊരു കാര്യമാണ്. പക്ഷേ 1% പോലും ആ വ്യക്തിയുടെ ഭാഗത്തു നിന്നുള്ള മിസ്റ്റേക്കില്ല. അവിടെയാണ് ഏറ്റവും വലിയ പ്രത്യേകത. 1% പോലും ആ കാര്യങ്ങൾ മുഴുവനായിട്ട് പറഞ്ഞാൽ നിങ്ങൾ ആ വ്യക്തിയെ കുറ്റപ്പെടുത്തില്ല. പകുതിയായിട്ടാണ് ആ കാര്യം നിങ്ങളോട് പറയുന്നതെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് ആ വ്യക്തിയോട് ദേഷ്യം തോന്നും. പക്ഷേ ആ വ്യക്തി പറയാനുള്ളത് മുഴുവൻ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വ്യക്തിയോട് ദേഷ്യം തോന്നില്ല. കാരണം ആ വ്യക്തിയുടെ ഭാഗത്തൊരു തെറ്റുമില്ലെന്ന് മനസ്സിലാവും. ഉടൻ തന്നെ, അധികം താമസിയാതെ തന്നെ നിങ്ങൾ ആ കാര്യം അറിയും. അത് മിക്കവാറും ആ വ്യക്തി തന്നെ നിങ്ങളോട് പറഞ്ഞതിന് ശേഷമായിരിക്കും നിങ്ങൾ അറിയുന്നത്. നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു സൂചന കിട്ടാം, പക്ഷെ ആ വ്യക്തി തന്നെ പറയും. ആ വ്യക്തി അത് മുഴുവനായിട്ട് പറയുമ്പോൾ നിങ്ങൾ പറയും, ഇത് നിങ്ങളുടെ ഭാഗത്ത് തെറ്റില്ല എന്ന് നിങ്ങൾ പോലും അങ്ങോട്ട് പറയുന്നൊരു സാഹചര്യം ഉണ്ടാവും എന്നുള്ളതാണ്. രണ്ടാമത്തെ ഈ നക്ഷത്രത്തിൻ്റെ ഫയലായി സ്വീകരിച്ച ഒരു റീഡിംഗ് ആണ് പോകുന്നത്. ഈ കാര്യം അറിയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ 5 നിലയിൽ ഒരു സമ്മർദ്ദം ഉണ്ടാവും. 5 തരത്തിൽ, അല്ലെങ്കിൽ ഒരു ടെൻഷൻ നിങ്ങൾ കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ 5 മടങ്ങ് നിങ്ങൾക്കതൊരു ഷോക്കായിട്ട് മാറും രണ്ടാമത്തെ ഫയലുകാരെ സംബന്ധിച്ച്. പക്ഷെ അതൊരു വലിയൊരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കും. പെട്ടെന്ന് ആ വ്യക്തി നിങ്ങളോട് മറച്ചു വെച്ച കാര്യത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുമ്പോൾ
നിങ്ങൾക്ക് വിഷമം തോന്നും, ഓ അങ്ങനെ സംഭവിച്ചോ, അല്ലെങ്കിൽ അങ്ങനെയാണോ സംഭവിക്കാൻ പോണത് എന്ന് നിങ്ങൾ കരുതും. അങ്ങനെ നിങ്ങൾക്ക് പരമാവധി അതിലൊരു ഷോക്ക് ഉണ്ടാവുകയും ചെയ്യും. അതായത് കാര്യം അറിയുമ്പോൾ പെട്ടെന്ന് അറിയുമ്പോൾ നിങ്ങൾക്ക് ഒരു 5 മടങ്ങ് ഇങ്ങനെ വേണ്ടായിരുന്നു എന്ന് നിങ്ങൾ ചിന്തിച്ചേക്കാം. പക്ഷേ അടുത്ത നിമിഷം തന്നെ നിങ്ങൾക്ക് അത് 5 മടങ്ങ് പോസിറ്റീവാണെന്നുള്ള ബോധ്യം വരികയും ജീവിതം അതനുസരിച്ച് മാറുകയും പോസിറ്റീവായിട്ടുള്ള വളർച്ച നിങ്ങൾക്കും ആ വ്യക്തിക്കും ഉണ്ടാവുകയും ചെയ്യും. നിങ്ങളുടെ മുന്നേറ്റവും കീർത്തിയും വർദ്ധിക്കും. അതായത് ആത്യന്തികമായിട്ട് നിങ്ങൾക്കത് നന്മയാണ്. നിങ്ങൾക്ക് മാത്രമല്ല, നിങ്ങൾക്കും ആ വ്യക്തിക്ക് നന്മയായി ഭവിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് തോന്നും, എന്തുകൊണ്ടായിരിക്കും ആ വ്യക്തി അത് മറച്ചു വെച്ചത്. ആ വ്യക്തി അത് മറച്ചു വെച്ചില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ നിങ്ങളും ആ വ്യക്തിയും തമ്മിൽ ഒരുമിക്കില്ലായിരുന്നു. ആ വ്യക്തി അത് തുറന്ന് പറയുന്ന സമയത്ത് ഒരുപക്ഷെ നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള ബന്ധത്തെ പോലെ അത് ബാധിച്ചേക്കാം. പക്ഷെ ഇപ്പോൾ പറയുമ്പോൾ ചെറിയൊരു കേൾക്കുന്ന സമയത്തുള്ള ഒരു ഇതൊഴിച്ച് ബാക്കി അടുത്ത നിമിഷം മുതൽ നിങ്ങൾക്ക് നന്മയായി മാറും. ജീവിതത്തിൽ പോസിറ്റീവ് എനർജി നിങ്ങളുടെ മനസ്സിലേക്കും ശരീരത്തിലേക്കും വരും. കാരണം നിങ്ങൾക്കതൊരു ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി ആണെന്ന് പറഞ്ഞു. നിങ്ങളെ മുൻപായിരുന്നെങ്കിൽ ഈ പറഞ്ഞ കാര്യത്തിൻ്റെ പേരിൽ ആളുകൾ നിങ്ങളെ ഒതുക്കി ഇല്ലാതാക്കാനൊക്കെ ശ്രമിച്ചേക്കും. പക്ഷെ അവർക്ക് ആർക്കും കഴിയില്ല. നിങ്ങളുടെ ഗ്രേഡ് മാറുകയാണ്. നിങ്ങളും ആ വ്യക്തിയും അടങ്ങുന്ന ആ ജീവിതത്തിൽ, ഒന്നുമില്ലാതിരുന്ന ആ ജീവിതത്തിൽ, അല്ലെങ്കിൽ കാര്യമായിട്ടൊന്നും നേടാൻ കഴിഞ്ഞില്ല എന്ന് നിങ്ങൾ തന്നെ വിലയിരുത്തിയ ആ ജീവിതം, അത് വലിയ പ്രകാശപൂർണമാകാൻ പോകുന്നു. അതിൽ ഒരുപാട് നന്മ നിങ്ങൾക്കുണ്ടാകാൻ പോകുന്നു. ആ നന്മയിൽ ഉടനീളം നിങ്ങളുടെ വളർച്ചയും നിങ്ങളുടെ ജീവിത സൗകര്യങ്ങളും നിങ്ങൾക്ക് ജീവിതത്തിൽ സർവേശ്വരൻ നൽകുന്ന ആ ഗ്യാരണ്ടിയും നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ഉയർച്ചയാണ് കാണിക്കുന്നത്, താഴ്ചയല്ല. ഉറപ്പാണ്. ഉയർന്ന തലങ്ങളിലേക്ക് നിങ്ങളെത്തും. നിങ്ങൾ പ്രതീക്ഷിച്ചതിലും ഒരു 5 ഇരട്ടി വളർച്ചയോ വികസനമോ നന്മയോ നിങ്ങൾക്ക് ലഭിക്കുന്നു. നിങ്ങൾ തന്നെ ചിന്തിക്കും, അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രു തന്നെ ഒരുപക്ഷെ ചിന്തിച്ചേക്കാം, എങ്ങനെ ഇവർ ഈ അച്ചീവ്മെൻറ്റിലേക്ക് എത്തി. അതൊരു പോസിറ്റീവ് എനർജിയാണ്. കാരണം ആ വളർച്ച ഈശ്വരൻ നിങ്ങളുടെ മനസ്സിൻ്റെ ശുദ്ധത കൊണ്ട് നൽകിയതാണ്. വേറെ ആരെങ്കിലും അതുവഴി ഉള്ള സാഹചര്യത്തിൽ പോയാൽ അവർക്ക് അത്രയും ഗുണം കിട്ടില്ല. വളരെ പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു ഫയലാണ്. ഹൃദയത്തിൽ പെട്ടെന്ന് തോന്നിയ വിഷമം ഒഴിച്ചാൽ, നഷ്ടമെന്നൊക്കെ തോന്നിയതൊഴിച്ചാൽ, പെട്ടെന്ന് ആകാശവും ഭൂമിയും നിങ്ങൾക്ക് അനുകൂലമായി മാറുകയും ഇടയിലുള്ള എല്ലാ വസ്തുക്കളും നിങ്ങൾക്ക് അനുകൂലമായി നിൽക്കുകയും ചെയ്യുന്നൊരവസ്ഥ നിങ്ങൾക്ക് ഉണ്ടാകും. വളരെ സന്തോഷത്തോടെ മുന്നോട്ട് പോകും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.